Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു പത്ലു ഇതെന്ത് വേഷം കേട്ടാ വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോവാണോ പറ കേക്കട്ടെ. അല്ല ബോക്സറേട്ടാ അല്ല, ഞാനും മോട്ടും കൂടി സേഫ് ദിവാലി എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് നല്ല കാര്യങ്ങളുമായി പുറപ്പെട്ട് ഇറങ്ങിയതാ. അങ്ങനെയെങ്കിൽ കുറച്ച് ടിപ്സ് എനിക്ക് കൂടി പറഞ്ഞതായോ? തീർച്ചയായിട്ടും ബോക്സർ ചേട്ടാ, തീർച്ചയായിട്ടും. ഇത് കണ്ടില്ലേ, നമ്മളുടെ ഡോക്ടർ ജഡ്കയാണ് ഈ സ്പെഷ്യൽ ലൈറ്റർ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇതിൽ നിന്ന് തീ പുറത്തേക്ക് വരില്ല, എന്നാൽ പടക്കം പൊട്ടുകയും ചെയ്യും. ഒരു കമ്പിത്തിരി തരൂ. ഇതാ വെച്ചോ. എന്റെ ലൈറ്റർ കത്തുന്നില്ലല്ലോ, കഷ്ടം. കത്ത് ലൈറ്ററേ. സോറി ബോക്സർ ചേട്ടാ, ലൈറ്റർ നമ്മളെ ചതിച്ചതാണ്. മോട്ടു നീ എന്റെ കടയെ തന്നെ കത്തിച്ചു കളഞ്ഞു അല്ലേ? ജനസേവനത്തിന് ഇറങ്ങിയതല്ലേ നീ? ഇപ്പൊ എന്റെ സേവനം നിങ്ങൾക്ക് തരാൻ പോവുക. വലിയേട്ടാ, നിങ്ങൾ എവിടെയാണ്? വലിയേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾക്ക് എന്ത് പറ്റി? വലിയേട്ടാ, നിങ്ങൾ ദീപാവലി കൊണ്ടാക്കി തന്ന ഈ ലൈറ്റർ കാശിന് കൊള്ളൂല. ഇതുകൊണ്ട് ബോക്സർ ചേട്ടന്റെ കട മുഴുവനും കത്തിപ്പോയെന്നേ. മാത്രമല്ല ബോക്സറേട്ടൻ ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. വേഗം ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്തായി പറയുന്നത്? സുഹൃത്തുക്കളെ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് ജഡ്കയുടെ ഗാഡ്ജറ്റ് ആണ്, എപ്പോഴും ഫെയിൽ ആകില്ല. ആ അതെ. ആണോ? എന്നാ പിന്നെ നിങ്ങളുടെ കണ്ണു തുറന്ന് നല്ലപോലെ നോക്കൂ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ പടക്കം പെട്ടി കൊളുത്തിയല്ലോ. ഇപ്പൊ എന്താ നിങ്ങളിങ്ങനെ ഓടുന്നത്? ഇനി ഈ ലൈറ്റർ കൊണ്ട് ആരുടെ മുമ്പിൽ വെച്ച് കൊളുത്തരുത്. നേരെ ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. വേഗം വാ. നിങ്ങൾ രണ്ടുപേരുമോ? ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ലൈറ്റർ കാരണമായി എനിക്ക് ഈ പരുവത്തിലാകേണ്ടി വന്നത്. ഞാൻ എന്നെയും വെറുതെ വിടാൻ പോകുന്നില്ല. ബോക്സ് ചേട്ടാ, ഞാൻ സത്യമായിട്ടും പറയുകയാണ്, ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ലൈറ്റർ ആണ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ മോട്ടുവും പത്ലുവുമാണ് കടകൾ കൊളുത്തിയത്. അതാണോ കാര്യം? ശരി, ഞാൻ വിട്ടയക്കുന്നു. പക്ഷെ ആ മോട്ടും പത്ലും ഞാൻ വെറുതെ വിടില്ല. എന്റെ രോഗികളുടെ മേൽ സത്യമായിട്ടാണ് പറയുന്നത്, ഞാൻ അവരെ വെറുതെ വിടില്ല. ഞാനും പ്രാക്ടീസ് ചെയ്യട്ടെ. ചിങ്കം സാറേ, ഞാൻ എപ്പോ നിങ്ങളെ കണ്ടുമുട്ടിയാലും ഈ നഗരം ഞാൻ തൂത്തുവാരാണല്ലോ. ചിങ്കം സാറേ, എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങളിപ്പോ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യമാണ്. പക്ഷെ മോട്ടു, എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഒരു ലൈറ്ററിനെ കൊണ്ട് എങ്ങനെ ഒരു പടക്കം കത്തിക്കാൻ സാധിക്കും? ഇപ്പൊ കാണിച്ചു തരാം ചിങ്കം സാറേ. എനിക്ക് തോന്നുന്നു എന്തോ ജാമായി പോയെന്നാണ്. എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചത്? ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
വിടില്ല ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മോ, തല്ലല്ലേ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. നെയിം ഈസ് ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. വിളിച്ചെടുത്തല്ലോ, ഈ ശബ്ദം നമ്മുടെ ചിങ്കം സാറിന്റെ അല്ലേ? അതെ, ഞാൻ ചിങ്കം തന്നെയാണ്. ചിങ്കം സാർ, മോട്ടു പത്ലു അവരുടെ കളി നിങ്ങളുടെ മേത്തും കാണിച്ചോ? പറയൂ സാർ. വന്നാലും ചിങ്കം സാറേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഈ പ്രാക്ടീസിൽ ചേരാം, എന്നിട്ട് നേരിടാം. എത്ര പണം വെച്ചിട്ടുണ്ട്? എന്റെ മുത്തശ്ശി അന്നേ പറഞ്ഞു ഞാൻ സ്വർണത്തിൽ കുളിക്കുമെന്ന്. പക്ഷേ സ്വർണ്ണ മല തന്നെ വന്നത് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഓ, അയാളെ കാണുന്നില്ലല്ലോ. സർ സർ നിൽക്കൂ, ഇതാ ഞാൻ നിങ്ങൾക്ക് എന്റെ ദീപാവലി ഗിഫ്റ്റ് തരാം. ഇതാ സർ, നിങ്ങൾ മേടിച്ചോളൂ. എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ഒന്നും വേണ്ട. എന്ത് സർ, അങ്ങനെയൊന്നും പറയില്ല സർ. പ്ലീസ് മേടിച്ചോളൂ സർ. വേണ്ട, പിടിക്ക്, അയാളെ പിടിക്ക്. ആ കള്ളൻ എന്റെ പൈസയുള്ള ബാഗ് എടുത്തോണ്ട് ഓടുന്നു. പിടിക്ക് അയാളെ പിടിക്ക്. പത്ലു, കള്ളൻ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. അയ്യോ, ഞാൻ നശിച്ചു പോയി, ഞാൻ തകർന്നു പോയി. എന്താ ചെയ്യാ? ഇപ്പൊ നമുക്ക് ഈ ലൈറ്റർ കൊണ്ട് പണി കൊടുക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാനിത് കത്തിക്കാൻ പോവാണ്. ഇതെന്താ കത്താത്തത്? ഹാപ്പി ദീപാവലി. ജോൺ, ഓക്കെ, നോ പ്രോബ്ലം. ആദ്യം ഇതിനെ എങ്ങനെ നിർത്താമെന്ന് ആലോചിക്കുമോട്ടോ. പത്ലു, ഞാനെങ്ങനെയാ ഒന്ന് നിൽക്കുക? എന്റെ മോട്ടു, നിനക്ക് ഇടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ജോണിനെ പോയി ഇടിക്കായിരുന്നില്ലേ? പത്ലു, ഇനി എന്താ ചെയ്യാ? മോട്ടു സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. എന്നെ വിട്ടേക്ക് മോട്ടോ. എന്നെ വിട്ടേക്ക്. ജോൺ എന്നും ഡോൺ ആകില്ല. വേണ്ട മോട്ടു, എന്നെ വിട്ടേക്ക്, ഞാൻ തന്നേക്കാം പ്ലീസ്. ഇന്ന് വാങ്ങിച്ചോളൂ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ബാഗ്? താങ്ക് യു മോട്ടു, നിങ്ങൾ സത്യം പറഞ്ഞ എന്റെ ദീപാവലി അങ്ങോട്ട് രക്ഷപ്പെടുത്തി. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് പടക്കം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. എനിക്കാണെങ്കിൽ ഫുർഫുര നഗറിലെ എല്ലാവർക്കും പടക്കം ഗിഫ്റ്റ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട്. ഞാൻ വീട്ടിലെത്തിയ ഉടനെ എല്ലാവർക്കും പടക്കം അയച്ചേക്കാം കേട്ടോ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. മോട്ടും പത്ലവും കാരണം നമ്മുടെ ഇക്കൊല്ലത്തെ ആഘോഷം അടിപൊളിയായിപ്പോയി. ഗംഭീരമായിരിക്കും. മോട്ടും പത്ലുവിനും വേണ്ടി ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ. സത്യത്തിൽ ചന്ദ്രൻ ഒന്നല്ലേ ഉള്ളൂ, 4 ചന്ദ്രന്മാരെവിടെ? എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. മോട്ടു, നമുക്ക് മുകളിൽ വെച്ച് കാണാം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്. പത്ലു, എന്റെ അനിയ, എന്റെ കൂട്ടുകാരാ, നിന്റെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. മോട്ടു പത്ലു, ഈ എമോഷണൽ ഡയലോഗ്സ് ഒക്കെ ഒന്ന് നിർത്തിവെക്കേ, എന്നിട്ട് കണ്ണു തുറക്ക്. ഈ മധുരം കഴിച്ചാട്ടെ. എന്ത്? സ്വീറ്റോ? സ്വീറ്റോ?
ആ ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങൾ മേലെ ഇന്ന് എല്ലാം കണ്ടു. അതെ, ഫുർഫുറി നഗറിൽ ഇത്ര സൂപ്പർ ആയിട്ട് ദീപാവലി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്. അതെ, നിങ്ങൾ രണ്ടുപേർ മാത്രം. ഹാപ്പി ദീപാവലി. ആ ഇത്രയും നല്ലൊരു ദിവാലിയുടെ പുറകില് ജോണിന്റെ കൈയുണ്ട്. അവൻ ആ പെട്ടി മോഷ്ടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. വരൂ, നമുക്ക് ജോണിനെ പോയി കണ്ട് ദിവാലി ആശംസകൾ പറയാം. വരൂ. ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. ജോൺ, ഹാപ്പി ദീപാവലി. ദിവാലി. താങ്ക് യു. നിങ്ങൾ രണ്ടുപേർക്കും വളരെ നന്ദി. കത്തിക്കട്ടെ. ഹാപ്പി ദീപാവലി. ഓടിക്കോടാ. കണ്ടില്ലേ ജോണേ, പണി കൊടുത്തവന് പണി ദൈവം തിരിച്ചു തന്നിരിക്കും. ചിങ്കം സാർ, രക്ഷിക്കൂ സാർ, എന്നെ ദയവ് ചെയ്ത് രക്ഷിക്കൂ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.